Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, നമ്മളിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ആണ്. ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിച്ച് വാസ് കണ്ടക്റ്റഡ് ഓൺ 14th August 2021. And now we are handling with part 10. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സ്റ്റുഡൻസിനോട് വൺ വേർഡ്, ദാറ്റ് ഈസ് നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ വി ആർ ഹാവിങ് പ്ലെൻറ്റി ഓഫ് വീഡിയോസ്. ഓൾമോസ്റ്റ് അറൌണ്ട് 200+ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു നോട്ട് മിസ് ഔട്ട് എനി വീഡിയോസ് ഇഫ് യു ആർ എ സീരിയസ് കാൻഡിഡേറ്റ്. എനിക്ക് ഇപ്രാവശ്യം തന്നെ കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യണം എന്ന് പൂർണ്ണ ഉറപ്പുള്ള കുട്ടികൾ നമ്മളുടെ വീഡിയോസ് ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, കാരണം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഈച്ച് ആൻഡ് എവറി വീഡിയോസ് ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ ആ വീഡിയോ കാണുക, അതിൻ്റെ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, പഠിക്കുക. Okay, moving to our motivational quote for today. If you think positive, then positive things will happen. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വൈബായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നമുക്കതൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആയിട്ടായിരിക്കും നമ്മളുടെ ലൈഫിൽ അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ടെൻസ്ഡ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഡോണ്ട് വെറി, എല്ലാ കുട്ടികൾക്കും അതേ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഇപ്രാവശ്യത്തെ കേരള സെറ്റിൻ്റെ എക്സാം എനിക്കുള്ളതാണ്, എനിക്ക് കിട്ടും എന്ന് നിങ്ങളുടെ മൈൻഡിനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ വിശ്വസിപ്പിക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് എന്തായാലും കേരള സെറ്റ് കിട്ടും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു സെക്കൻഡ് പോലും എനിക്കിനി കിട്ടുമോ, എനിക്ക് കിട്ടില്ലേ എന്നുള്ളൊരു ഡൗട്ട് മൈൻഡിൽ നിങ്ങൾ ഇരിക്കരുത്. ഓക്കെ, എപ്പോഴും എനിക്ക് കിട്ടും, എനിക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞ് പഠിക്കുക. ഓക്കെ, പിന്നെ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വീഡിയോ, അതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് കുറേ അധികം യൂട്യൂബ് ചാനലുകളിൽ ഈ കേരള സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ വീഡിയോസ് കാണാം. സോ ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾ 100% ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ്. നമുക്കതൊരു ലീഷർ വീഡിയോ അല്ലല്ലോ, ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ അല്ലേ. സോ നിങ്ങൾ അത്രത്തോളം 100% ഡെഡിക്കേഷൻ ഇട്ട് ആ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അവർ വെറുതെ ഒന്നും ഒരു കാര്യം പറയില്ല. സോ ആ ഓരോ പോയിൻറ്റും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, നിങ്ങൾ പഠിക്കുക. അതുപോലെ നിങ്ങൾ നല്ല രീതിയിലുള്ള ഡെഡിക്കേഷൻ ആയിട്ടുള്ള വർക്കാണ് നിങ്ങൾ പുട്ട് ഓൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള റിസൾട്ടും അതുപോലെ തന്നെയായിരിക്കും. എപ്പോഴും ഹാർഡ് വർക്കിൻ്റെ കൂടെ ആയിരിക്കും ദി ബെസ്റ്റ് റിസൾട്ട്സ് ഔട്ട്കം. Okay, so always keep that in your mind. So now let's discuss our questions. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 51 തുടങ്ങി ക്വസ്റ്റ്യൻ നമ്പർ 55 വരെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ബാലൻസ് 5 questions I will be uploading today itself as soon as possible. Okay, tomorrow onwards we are having yet another series which is more excited and it will be very useful and helpful for you people. Okay, so the first question idana, Cooder-Richardson technique is used to establish dash of a tool. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂഡർ-റിച്ചാർഡ്സൺ ടെക്നിക് എന്നുള്ളതാണ്, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്. അതിൻ്റെ ഇയർ ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, 1937 ആണ്. സോ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. എന്തിൻ്റെ ടൂളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ഒബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ ബി റിലയബിലിറ്റി, ഓപ്ഷൻ സി വാലിഡിറ്റി ആൻഡ് ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി. ഇതിൽ എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് ഓപ്ഷൻ ബിയും സിയും നിങ്ങൾക്ക് നല്ല കേട്ടുപരിചയം ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ വളരെയധികം ഇമ്പോർട്ടൻസും സ്ട്രെസ്സും കൊടുത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടേംസാണ് ഈ റിലയബിലിറ്റിയും വാലിഡിറ്റിയും. റിലയബിലിറ്റി എന്ന് ഓർക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് RC, റിലയബിലിറ്റി കൺസിസ്റ്റൻസി, എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. വാലിഡിറ്റി എന്നുള്ള വേർഡ് മെഷറാണ്, VM എന്നും.
ഓക്കെ. സോ റിലയബിലിറ്റി എന്ന് പറയുന്നത് ടു ചെക്ക് ദ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റിലയബിലിറ്റി. സോ ക്വസ്റ്റ്യനിൽ ആ ഒരു റിലേറ്റഡ് വേർഡ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു കീവേഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്ഷൻ സിയിൽ വാലിഡിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ മെഷർ എന്ന് റിലേറ്റ് ചെയ്ത വല്ല കീവേഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വാലിഡിറ്റി ആയിരിക്കുമെന്ന്. ഓക്കെ. പിന്നെ ഓപ്ഷൻ എ പറഞ്ഞത് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞത് യൂട്ടിലിറ്റി. ഈ രണ്ടെണ്ണത്തിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കൂടെ റിച്ചാർഡ്സൺ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് റിലയബിലിറ്റിയിലാണ്. മറന്നു പോയില്ലല്ലോ. കൂടെ റിച്ചാർഡ്സൺ ടെക്നിക് ഇസ് യൂസ് ടു എസ്റ്റാബ്ലിഷ് റിലയബിലിറ്റി ഓഫ് എ ടൂൾ. ഒരു ടൂളിൻ്റെ റിലയബിലിറ്റി മനസ്സിലാക്കാനാണ് നമ്മൾ കൂടെ റിച്ചാർഡ്സൺ ടെക്നിക് യൂസ് ചെയ്യുന്നത്. I hope it's all clear to you. വളരെ സിമ്പിളാണ്. സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 52, ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഇത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം, കാരണം ഇതൊരു പല പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഇതിൻ്റെ ആൻസർ വരുന്നത് chi-square ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇനി നമ്മളുടെ എക്സാമിന്, ഈ അപ്കമ്മിങ് എക്സാമിന് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് എഴുതിക്കോ, അതിൻ്റെ ആൻസർ chi-square ടെസ്റ്റാണ്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഓപ്ഷൻ വിൽസൺ ടെസ്റ്റും അതുപോലെ തന്നെ കോൾമറോവ് സിംറോവ് ടെസ്റ്റ്, സൈൻ ടെസ്റ്റും നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അതിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്നൊരു കുട്ടി സെൻറ്റൻസിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ. സോ ആ വിൽസൺ ടെസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിയിട്ടുള്ളൂ. ഇറ്റ് കമ്പയർസ് ടു പെയർഡ് ഗ്രൂപ്പ് ആൻഡ് കംസ് ഇൻ ടു വേർഷൻ, ദ റാങ്ക് സം ടെസ്റ്റ് ആൻഡ് സൈൻഡ് റാങ്ക് ടെസ്റ്റ്. രണ്ട് വേർഷനായിട്ടാണ് വിൽക്കോസൺ ടെസ്റ്റ് വരുന്നത്. അത് റാങ്ക് സം ടെസ്റ്റും അതുപോലെ തന്നെ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. ഓക്കെ. ഈ ഒരു ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് it is to determine if two or more set of pairs are different from one another in statistically significant manner. So ഇതിൻ്റെ ആ ഒരു ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ it is to determine if two or more set of pairs are different. Two or more set of pairs are different from one another significant manner. ഓക്കെ. സോ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്, ഈവൻ ദോ വി ഹാവ് നോ എനി ചാൻസ് ഓഫ് റിസ്ക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മെൻഷൻ ചെയ്തത്. അതുപോലെ ഇനി നെക്സ്റ്റ് വൺ പറയുകയാണെങ്കിൽ കോൾമറോവ് സിംറോവ് ടെസ്റ്റാണ്. അതൊന്ന് നോക്കാം. ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഓഫ് ഈക്വാലിറ്റി ഓഫ് കണ്ടിന്യൂസ് വൺ ഡയമെൻഷണൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ that can be used to compare a sample with the reference probability distribution or to compare two samples. So ഈ ഒരു ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഇല്ലേ, ഈ ഒരു ടെസ്റ്റിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ, ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ കീവേഡായിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു കീവേഡ് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എങ്കിൽ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഓക്കെ. ഇനി chi-square ടെസ്റ്റ് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നുള്ളത്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ സൈൻ ടെസ്റ്റ്. ഈ സൈൻ ടെസ്റ്റ് ഇസ് യൂസ് ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് ദാറ്റ് മീഡിയൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സം വാല്യൂ ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് വൺ സാമ്പിൾ ടി ടെസ്റ്റ്. ഈ സൈൻ ടെസ്റ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വൺ സാമ്പിൾ ടി ടെസ്റ്റ്, it is in place of pair t-test and for ordered categorical data where a numerical scale is inappropriate but where it is possible to rank the observation. നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ന്യൂമറിക്കൽ സ്കെയിൽ വർക്കൗട്ട് ആവാത്ത കേസിലും ഈ ഒരു സൈൻ ടെസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. സോ ഐ തിങ്ക് ഈ 4 ഓപ്ഷൻസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. To which descriptive class a child of 5 years with mental age of 7.2 belongs? സോ ഇവിടെ പറയുന്നത് എന്താണ്? 5 വയസ്സുള്ള കുട്ടിയാണ്, പക്ഷേ അവൻ്റെ മെൻ്റൽ ഏജ് വരുന്നത് 7.2-ലേക്കാണ്.
സോ എക്സ്ട്രാ കുട്ടി ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ്റി അറിയാത്തവരാണെങ്കിൽ കൂടി നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം 5 വയസ്സുള്ള കുട്ടിക്ക് 7.2 ഏജിൻ്റെ ഒരു ബുദ്ധി, ഒരു മെൻ്റൽ ഏജ് ആണെന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അവൻ ജീനിയസ് ആണ് എന്ന്. Okay, so now let's move to the next question. Question number 54 ഇതാണ്. It is a process of finding out students' progress based on their earlier work. അവരുടെ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ അവൻ്റെ മുന്നുള്ള ഏർലിയർ വർക്ക് കൺസിഡർ ചെയ്തിട്ട് അവൻ്റെ ആ ഒരു സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് എന്നാണ് നമ്മളുടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആബ്സേറ്റീവ് ടെസ്റ്റ്, ഓപ്ഷൻ ബി നോർമേറ്റീവ് ടെസ്റ്റ്, ഓപ്ഷൻ സി ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. സോ ഈ 4 ടെസ്റ്റിനെ പറ്റി നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം, എന്നിട്ട് വിൽ ഫൈനലൈസ് വിത്ത് ദ ആൻസർ. സോ ദ ഫസ്റ്റ് വൺ പറഞ്ഞത് ഐബ്സേറ്റീവ് അസസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഐബ്സേറ്റീവ് ടെസ്റ്റ്. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഡിറ്റർമൈനിങ് ദി സ്റ്റുഡൻസ് പ്രോഗ്രസ് ബേസ്ഡ് ഓൺ ദ ഏർലിയർ വർക്ക്. സോ ദ സെയിം സെൻറ്റൻസ് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഐബ്സേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പ്രോഗ്രസ്, അവൻ മുന്നേ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു വർക്കില്ലേ, അതും ഇപ്പോഴത്തെ പ്രസൻറ്റ് വർക്ക് കൂടെ കമ്പയർ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് നമ്മൾ അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഐബ്സേറ്റീവ് ടെസ്റ്റ് എന്നുള്ളത്. ഐ ഹോപ്പ് ദിസ് പോയിൻ്റ് ഈസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് നോർമേറ്റീവ് ടെസ്റ്റ്. നോർമേറ്റീവ് ടെസ്റ്റ് measures the quantifiable personality characteristics on each scale, providing a final score that is then compared against with the pattern of normality. അതൊരു കമ്പാരിസൺ ആണ്, ബാക്കിയുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നു. സോ ഈ നോർമേറ്റീവ് ടെസ്റ്റിന് വരുന്ന ഒരു കീവേഡ് ഞാൻ പറഞ്ഞു തരാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മേ ബി ഒരു കീവേഡായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ക്വാണ്ടിഫൈബിൾ ആണ്, നമുക്ക് അത് ക്വാണ്ടിഫൈബിൾ ആണ്, മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോയിൻ്റ് കൂടെ ഒന്ന് കീവേഡായിട്ട് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. സോ നോർമേറ്റീവ് ടെസ്റ്റിന് കീവേഡായിട്ട് ഞാൻ പറഞ്ഞത് നോർമൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കും അല്ലെങ്കിൽ ക്വാണ്ടിഫൈബിൾ ആയിരിക്കും എന്നുള്ളത്. ഇനി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്, വിച്ച് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടെസ്റ്റ്. നമ്മളുടെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാമില്ലേ, ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും വൺ ഓഫ് ദിസ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1 ഇപ്പോൾ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പേപ്പർ 1 40% വേണം, പേപ്പർ 2 40% വേണം. ഇൻ ടോട്ടൽ ബോത്ത് പേപ്പർ 1 and 2 ഇൻ ടോട്ടൽ നോക്കുമ്പോൾ 48% ഇൻ ടോട്ടൽ വേണം. എങ്കിൽ ഞാൻ പാസ്സായി. അത് അവരൊരു കട്ട് ഓഫ്, ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. ഈ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതായത് ഞാൻ സെറ്റ് എക്സാം പാസ്സായി എന്ന് പറയാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? സോ ആ ഒരു സ്റ്റാൻഡേർഡ് അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. Now moving to option D, that is prognostic test. Prognostic testൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ കരിയർ. Prognostic assessment combines basic aspects taken from an assessment of learning process and an assessment of learning achievement and try to formulate a diagnosis for a student's future. So ഇപ്പോൾ പറഞ്ഞ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റില്ലേ, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കീവേഡ് എന്തായിരിക്കും? ജസ്റ്റ് ഞാനിപ്പോൾ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കീവേഡായിട്ട് മനസ്സിലായത്? യെസ്, ഫ്യൂച്ചർ വിൽ ബി ദ കീവേഡ്. ഫ്യൂച്ചർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു പോയിൻ്റാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഓടിച്ചെന്ന് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ളത്. I think you people get all the key points for each of the test. ഈ 4 ടെസ്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്രാവശ്യത്തെ
അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എത്ര ഇമ്പോർട്ടൻസിൽ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ സബ്മിറ്റീവ് അസസ്മെൻറ്റിനെ കുറിച്ചും ഫോർമേറ്റീവ് അസസ്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഐ ക്യാൻ ബെറ്റ് യു ദാറ്റ് ഇതുപോലുള്ള അസസ്മെൻറ്റ്സ്, ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ്, ഇതെല്ലാം എക്സാമിനേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റുന്ന ടോപ്പിക്സാണ്. സോ ഇതെല്ലാം നെവർ മിസ് ടോപ്പിക്സാണ്. ഇതിൻ്റെ കീവേഡ്സ് എപ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കീവേഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു കീവേഡ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അതൊന്നൊരു ബൾബ് കത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി തന്നെ അതിൻ്റെ ആൻസറിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇത് എത്ര ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ആബ്സേറ്റീവ് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കീവേഡ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. യെസ്, സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ്. അത് ഏർലിയർ വർക്ക് വെച്ച് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് ഇപ്പോഴത്തേക്ക് അത് എങ്ങനെയുണ്ട് അത് കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് ആബ്സേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോർമേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടാകും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടാകും, എന്നൊക്കെയുള്ള പോയിൻറ്റ്സ്, പിന്നെ മെഷർ എന്നുള്ള കീവേഡ് ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ആ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഓപ്ഷൻ സിയിൽ പറഞ്ഞു ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. അത് ഞാൻ പറഞ്ഞു കേരള സെറ്റിൻ്റെ എക്സാമിനുള്ള ക്രൈറ്റീരിയ, അതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, അതൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. സോ ഇതുപോലുള്ള ടേംസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. ഇനി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So with this note, we are concluding right now. Balance question we'll be discussing in the next video. So till then, work hard and study well. That's it for now. Thank you.